ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. ഹോണർ ഈ ഇടയ്ക്ക് പുറത്തിറക്കിയ ഹോണർ വാച്ച് ESൻ്റെ ഒരു റിവ്യൂലായിട്ടാണ് നമ്മൾ പോകുന്നത്. സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അൺബോക്സിങ് നമുക്ക് കണ്ടിട്ട് മറ്റു വിശേഷങ്ങൾക്ക് പോവാം. ഗൈസ്, ഇനിയപ്പോൾ ഇതിൻ്റെ റിവ്യൂയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് അൺബോക്സ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് മെയിനായിട്ട് തന്നിരിക്കുന്നത് 1.64ൻ്റെ അമോലഡ് ഡിസ്പ്ലേ ആണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് അമോലഡ് ഡിസ്പ്ലേ കിട്ടുക പറയുന്നത് ഭയങ്കര ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ നമ്മൾ കുറേ വാച്ചുകൾ കണ്ടിട്ടുണ്ടാകും, പക്ഷെ അതിലൊന്നും സാധാരണ ഒരു LCD ഡിസ്പ്ലേ ആയിരിക്കും ഉണ്ടാവുക, അമോലഡ് ഉണ്ടാവില്ല. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ കിട്ടും. പിന്നെ കാണാൻ നല്ല പഞ്ചായിരിക്കും കളേഴ്സ്. പിന്നെ ഇതിൽ മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ 95 വർക്ക് മോഡ്സ് ഉണ്ട്, ആനിമേറ്റഡ് ഫിറ്റ്നസ് കോഴ്സ് ഉണ്ട്, ഫുൾ ഹെൽത്ത് മോണിറ്ററിങ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ലോങ് ബാറ്ററി ലൈഫ് ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അത് ചെക്ക് ചെയ്തിട്ട് വേറൊരു റിവ്യൂവിൽ അതിനെക്കുറിച്ച് പറയാം. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുക്കാം. ഇതാണ് നമ്മുടെ വാച്ച്. ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. അത് നന്നായിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയും കുറച്ച് സൂപ്പറായി ഉണ്ടാവും. ഇതവിടെ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിൽ ആസ് യൂഷ്വൽ നമുക്ക് ഇതിൻ്റെ ചാർജറിൻ്റെ കേബിൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് സംഭവം. അഡാപ്റ്റർ കിട്ടിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ആർക്കും വേണ്ടാത്തൊരു ബുക്കാണ്. ഇത് വായിക്കണമെന്നൊന്നുമില്ല, അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഹോണർ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളിയായി ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി. ഔട്ട്ഡോറിലാണെങ്കിലും നല്ല ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ റെക്റ്റാങ്കുലർ സൈസ് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു ഡിസൈനാണ് ഹോണർ ചെയ്തിരിക്കുന്നത്, നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ നിറയെ വാച്ച് ഫേസസ് കൊടുത്തിട്ടുണ്ട്. വാച്ച് ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ കൊടുത്തിട്ടുണ്ടാവും. കണ്ടോ, മജന്ത, 4 കോർണേഴ്സ്, അങ്ങനത്തെ നിറയെ ഉണ്ടാവും. ഇതിൽ നമ്മൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് വയ്ക്കാം. ഇതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഇത് വേണമെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഒരു വാച്ച് ഫേസ് ആയിരിക്കും കിട്ടുക. നമുക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ചൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് വേറെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ കസ്റ്റമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ഞാനിപ്പോൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഈ വാൾപേപ്പറാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഗാലറിയിൽ പോയിട്ട് ഏത് പിക്ചേഴ്സ് ആണെങ്കിലും ഇതിൽ കയറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതും ഇതിൽ നല്ലൊരു അഡ്വാൻറ്റേജ്. നമ്മുടെ പിക്ചേഴ്സ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു ഫീച്ചേഴ്സായി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിൽ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ വർക്കൗട്ടിംഗ് ആണ്. നമ്മൾ മറ്റ് പല സ്മാർട്ട് വാച്ചസിൽ നോക്കുകയാണെങ്കിൽ ബ്ലഡ് പ്രഷേഴ്സും നമ്മുടെ കാലറി ബേൺ ചെയ്തതും ജസ്റ്റ് ഇങ്ങനെ ഒരു എഴുതിയിട്ടായിരിക്കും കാണിക്കുക. പക്ഷേ ഇതിലെന്താ ഗുണം പറഞ്ഞാൽ ഇതിൽ ഇൻഡോർ റണ്ണ്, ഔട്ട്ഡോർ വാക്ക്, അങ്ങനത്തെ കുറേ ഉണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് ആനിമേഷൻ രൂപത്തിൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് കൊടുത്താൽ ബട്ട് കിക്സ് ആണ് ഇതിലെടുത്തിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ആനിമേഷൻ രൂപത്തിൽ നമുക്ക് എങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടതെന്നത് വ്യക്തമായി നമുക്ക് കാണിച്ചിരുന്നത് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇത് മോസ്റ്റ്ലി നമുക്ക് പ്രീമിയം ആയിട്ടുള്ള സ്മാർട്ട് വാച്ചസിലായിരിക്കും ഇത് കാണാൻ പറ്റുക. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ ഇങ്ങനൊരു സെറ്റപ്പ് വളരെ നല്ലതാണ്. ഗൈസ്, നമുക്കിതിൽ കോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കോൾ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വിടാൻ പറ്റുന്നൊരു സെറ്റപ്പ് ഇതിലുണ്ട്. പിന്നെ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ SpO2 കൊണ്ടൊരു ഫംഗ്ഷനാണ്. അത് നമുക്ക് ഈ കൊറോണയൊക്കെ ആയ സമയത്ത് നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇത് വളരെയധികം നല്ലൊരു ഉപയോഗമാണ്. നമ്മുടെ വാച്ച് ഇങ്ങനെ ഓണാക്കിയിട്ട് ഒരു 10 മിനിറ്റ് അല്ല, ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ അത് മെഷർ ചെയ്തിട്ട് നമ്മുടെ അക്യുറേറ്റുള്ള ബ്ലഡിലെ ഓക്സിജൻ ലെവൽ എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബ്ലഡിലെ ഓക്സിജൻ ലെവൽ വന്നിട്ട് നമുക്ക് 90 to 100 എന്തായാലും വേണം. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഓക്സിജനിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇത് നമുക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലൊരു സംഭവമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റും ഇതിൽ മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് നമുക്ക് 107 BPM കാട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റി റെക്കോർഡ്സ് നമ്മൾ ചെയ്ത് നോക്കാൻ പറ്റും, അതായത് എക്സസൈസിൻ്റെ. പിന്നെ എത്ര നേരം സ്ലീപ്പ് ചെയ്യുന്നുള്ളതാക്കാം, സ്ട്രെസ് മോഡ് നോക്കാൻ പറ്റും. പിന്നെ ബ്രീത്തിങ് എക്സസൈസ് കുറേ ഉണ്ട്. പിന്നെ മ്യൂസിക് നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് മ്യൂസിക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ റിമോട്ട് ഷട്ടർ എന്ന് പറയുന്നത് നമ്മളത് ഫോൺ കണക്ട് ചെയ്യുക, ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്താൽ ക്യാമറന് നമുക്ക് ജസ്റ്റ് ഷട്ടർ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ചാർജിങ് മെത്തേഡ് എങ്ങനെയാണ് പറഞ്ഞാൽ, ഇതാണ് അതിൻ്റെ കേബിൾ വന്നിരിക്കുന്നത്. ഈ 2 സാധനം മാഗ്നറ്റിക്കാണ്. അപ്പോൾ ഇത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഓപ്പോസിറ്റ് അങ്ങനെ വെച്ച് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി മാഗ്നറ്റിക്കായി അറ്റാച്ച് ആവും. അങ്ങനെ ആവുന്ന സമയത്ത് ഇത് ചാർജിങ് ആവാൻ തുടങ്ങി. ഇത് ഏകദേശം 1.25 മണിക്കൂർ എടുക്കുന്നുണ്ട് ചാർജ് ഫുള്ളാവാൻ. പിന്നെ എത്ര ദിവസം സ്റ്റാൻഡ് ബൈ നിൽക്കുന്നത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇത് ഏകദേശം ഒരു 9 ദിവസം നിൽക്കുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചാർജിങ് ചെയ്യാനുള്ളത്. ഈ വാച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ബഡ്ജറ്റ് ഒരു 5,000 റുപ്പീസിൻ്റെയാണ്. ഇത് ഇറങ്ങിയ സമയത്ത് ഒരു 7,000 രൂപ എന്താ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊരു 5,000 റുപ്പീസാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ റിവ്യൂ. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക, നല്ല സപ്പോർട്ടും ചെയ്യുക. അടുത്ത വീഡിയോയിൽ വരുമ്പോഴേക്കും കാണാം. താങ്ക് യു.